ജൂലൈ മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് വന്നുടനെ നമ്മുടെ ഇന്ത്യക്കാരെല്ലാവരും രക്ഷാബന്ധൻ ആഘോഷം എന്നാണെന്നറിയാൻ ആഗ്രഹിക്കും. രണ്ടുപേർക്കിടയിലും ഒരു ബന്ധമില്ലെങ്കിലും കൂടി രാഖി കിട്ടിയാൽ അവർ ചേട്ടനനിയത്തി ചേച്ചി അനിയൻ എന്നാകും. ഈ രാഖി ആഘോഷത്തിന്റെ ചരിത്രം നമ്മൾ മഹാഭാരതത്തിൽ കാണാം. ദൈവം കണ്ണപിരാന് ശ്രുതി ദേവി എന്ന ഒരു അമ്മായുണ്ടായിരുന്നു. അവർക്ക് ശിശുബാലൻ എന്ന് ഒരു സുന്ദരനായ മകൻ ജനിച്ചു. മുതിർന്നവർ പറഞ്ഞു, ആരെ തൊട്ടാൽ ശിശുബാലൻ അഴകായി മാറുന്നു അവരുടെ കൈകൊണ്ടാണ് അവന് മരണമെന്ന്. ഒരു ദിവസം കണ്ണപിരാൻ അമ്മായിയുടെ വീട്ടിൽ വന്നു. കണ്ണപിരാനെ കണ്ടതും അവരുടെ അമ്മായി അവരുടെ കുഞ്ഞിനെ അവന്റെ കയ്യിൽ കൊടുത്തു. ഉടനെ ആ കുഞ്ഞ് ഭംഗിയായി മാറി. ശിശുബാലന്റെ അമ്മ ആ മാറ്റം കണ്ട് ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ കണ്ണപിരാന്റെ കയ്യിൽ നിന്നാണ് മരണമെന്നറിഞ്ഞ് അവർ ഒരുപാട് വിഷമിച്ചു. അവർ ഉടനെ കണ്ണപിരാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ മകൻ ശിശുബാലൻ എത്ര പ്രശ്നങ്ങൾ ചെയ്താലും അവർ എപ്പോഴും തന്റെ മകനെ ശിക്ഷിക്കാൻ പാടില്ലെന്ന്. അപ്പോ കണ്ണപിരാൻ അവർക്ക് വാക്കുകൊടുത്തു, ഞാൻ അവന്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കാം, പക്ഷേ അവൻ 100-ന് മുകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പോലും തീർച്ചയായും ഞാൻ അവനെ കൊല്ലുമെന്ന്. ശിശുബാലൻ വളർന്ന് ചേതി എന്ന രാജ്യത്തിന് രാജാവായി. അവനൊരു നാടിന്റെ രാജാവാണ്. അതിനൊപ്പം അവൻ ദൈവം കണ്ണപിരാന്റെ ബന്ധുവുമാണ്. പക്ഷേ അവനൊരു ക്രൂരനായ രാജാവായിരുന്നു. അവൻ അവന്റെ രാജ്യത്തിലെ ജനങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. അതുമാത്രമല്ലാതെ ഓരോ വട്ടവും ശ്രീകൃഷ്ണനെ ചീത്ത പറഞ്ഞു. ഒരു ദിവസം അവൻ ജനങ്ങൾ നിറഞ്ഞിരുന്ന ഒരു രാജ്യസഭയിൽ ശ്രീകൃഷ്ണനെ ചീത്ത പറഞ്ഞു. അത് തന്നെ ശിശുബാലൻ ആ നാളിൽ 100 തെറ്റിന് മുകളിൽ ഒരു തെറ്റ് ചെയ്തു. ഉടനെ ദൈവം കണ്ണപിരാൻ അദ്ദേഹത്തിന്റെ സുദർശന ചക്രം ശിശുബാലന്റെ മേൽ വിട്ടു. ഇതുപോലെ എത്ര സാഹചര്യമുണ്ടെങ്കിലും ശിശുബാലൻ മാത്രം മാറിയതേയില്ല. അതുകൊണ്ട് ഇപ്പോ അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ ലഭിച്ചു. ദൈവം കണ്ണപിരാൻ ദേശത്തിൽ അദ്ദേഹത്തിന്റെ സുദർശന ചക്രം വിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിരലിൽ പരിക്കേറ്റു. അപ്പോ അവിടെയുള്ള ചില പേർ ആ രക്തത്തെ നിർത്താൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി. പക്ഷെ അവിടെ നിന്നുകൊണ്ടിരുന്ന ദ്രൗപദി കുറച്ചുപോലും ചിന്തിക്കാതെ അവളുടെ സാരിയിൽ നിന്ന് കുറച്ച് കീറി അതിൽ കൃഷ്ണന്റെ കൈക്ക് കെട്ടിട്ടു. നന്ദി എന്റെ സഹോദരി, നീ എന്റെ കഷ്ടത്തിൽ സഹായിച്ചിരിക്കുന്നു. ഞാനും നിനക്ക് കഷ്ടം വന്നാൽ കൂടെയുണ്ടാകാമെന്ന് വാക്ക് നൽകുന്നു. അങ്ങനെ ദൈവം കണ്ണപിരാൻ ദ്രൗപദിയെ നന്നായി സുരക്ഷ നൽകി നോക്കാമെന്ന് വാക്കുകൊടുത്തു. ഈ കാര്യത്തിന് ശേഷമാണ് രക്ഷാബന്ധൻ ആരംഭമായെന്ന് പറയാം. അത് കഴിഞ്ഞ് കൗരവർ അവരുടെ രാജ്യസഭയിൽ ദ്രൗപദിയുടെ സാരി വലിച്ച് അവളെ നാണം കെടുത്താൻ ശ്രമിച്ചപ്പോൾ വാക്കുകൊടുത്ത പോലെ കണ്ണപിരാൻ ദ്രൗപദിയെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചു. അന്നു മുതൽ സഹോദരികൾ സഹോദരന് രാഖി കെട്ടിക്കൊടുത്തു. അപ്പോ അവളുടെ സഹോദരൻ ജീവിതകാലം മുഴുവൻ അവളെ സുരക്ഷിതമായി നോക്കുമെന്ന് വാക്കു നൽകും. ഓഗസ്റ്റ് മാസം പൗർണമി ദിവസം രാഖി മാത്രമല്ലാതെ വേറൊരു ആഘോഷവും ആഘോഷിക്കും. ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ വ്യത്യസ്തമായ അവർക്ക് ഇഷ്ടപ്പെട്ട ആഘോഷം അവർ ഈ ദിവസം ആഘോഷിക്കും. ഒറീസ പിന്നെ വെസ്റ്റ് ബംഗാളിൽ ചില ആളുകൾ കണ്ണൻ പിന്നെ രാധയുടെ ശില്പത്തെ ഊഞ്ഞാലിൽ വെച്ച് ആട്ടും. ഈ ദിവസത്തെ ജുലൻ പൂർണിമ എന്ന് പറയും. ഉത്തര ഭാരതത്തിൽ ഈ ദിവസമാണ് ഗോതമ്പ് കൃഷി ചെയ്യുക. ഈ ദിവസത്തെ അവർ ഗജരി പൂർണിമ എന്ന് പറയും. കേരള പിന്നെ മഹാരാഷ്ട്ര ജനങ്ങൾ ഈ ദിവസം നരളി പൂർണിമ എന്ന് പറയും. അന്ന് അവർ കടൽ ദേവതയെ പൂജിക്കും. ഇങ്ങനെ ഈ ദിവസം ഒരുപാട് ആഘോഷങ്ങൾ ആഘോഷിക്കും. പക്ഷേ അതിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് ഫേമസ് ആയ ആഘോഷമാണ് ഈ രക്ഷാബന്ധൻ.